Hello friends, welcome to channel. 𝙑𝙠𝙗𝙬𝙬 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് OnePlusൻ്റെ നമ്മുടെ ഒരു കൺവേർട്ടറാണ്. എന്ന് വെച്ചാൽ ടൈപ്പ് സി ടു നമ്മുടെ 3.5 mm ജാക്ക്. നിങ്ങൾക്ക് അറിയാപ്പോൾ OnePlusൻ്റെ 8 തൊട്ട് തന്നെ നമുക്ക് നമ്മുടെ 3.5 mm ജാക്ക് എടുത്ത് കളഞ്ഞിട്ടുണ്ട് അവർ. പക്ഷേ നമുക്ക് അതിന് മുമ്പ് തന്നെ അവർ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടത്തെ നമുക്ക് ഈ സംഭവം തരുന്നുണ്ടായിരുന്നു കൂടെ. അപ്പോൾ എക്സ്ട്രാ ബോക്സിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതും എടുത്ത് കളഞ്ഞപ്പോൾ അതും നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കേണ്ട ഒരു സ്ഥിതിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ എക്സ്ട്രാ ഒരെണ്ണം വാങ്ങിച്ചു 390 രൂപയ്ക്ക് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഫ്ലിപ്കാർട്ടിലുണ്ടായിരുന്ന സംഭവം. പക്ഷേ എനിക്ക് കിട്ടിയത് ഞാൻ ആദ്യം ഫസ്റ്റ് നോക്കിയത് നമ്മുടെ OnePlusൻ്റെ സ്റ്റോറിൽ തന്നെയായിരുന്നു. പക്ഷേ അതിൽ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് തന്നെയാണ് എല്ലാം കാണിക്കുന്നത്. മോസ്റ്റ്ലി എല്ലാ പ്രൊഡക്ട്സും OnePlusൻ്റെ അക്സസറീസ് ഫുൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ വേറെ സൈറ്റിൽ നിന്ന് വാങ്ങാൻ കാരണം. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ലിങ്ക് കിട്ടും കേട്ടോ. ബൈയിങ് ലിങ്ക് കിട്ടും. ഇത് ഒറിജിനൽ തന്നെയാണ്. അങ്ങനത്തെ പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് കുറേ കണ്ടത്. അപ്പോൾ നോക്കി വാങ്ങിക്കാം. OnePlusൻ്റെ ബോക്സാണ് ഇപ്പോൾ. OnePlusൻ്റെ ലോഗോ ഉണ്ട്, പടം കൊടുത്തിട്ടുണ്ട്, OnePlusൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്കിത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനലാണോ എന്ന് അറിയാനുള്ളത് നമുക്ക് അതിൻ്റെ ബാക്കിൽ നോക്കി അറിയാം. എന്ന് വെച്ചാൽ ഇത് ഇമ്പോർട്ടഡ് ബൈ മൊബിടെക് ക്രിയേഷൻസ് ആണ് ശരിക്കും ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത് നിങ്ങൾ സെല്ലർ ഈ ഇമ്പോർട്ടഡ് ബൈ ആരെന്ന് നോക്കിയാൽ മതി. അത് അറിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റ് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാൻ പറ്റും. മൊബിടെക് ക്രിയേഷൻസ് ആണ്. പിന്നെ MRP വരുന്നത് 390 ആണ്. പക്ഷേ സെല്ലിംഗ് പ്രൈസ് 390 ആണ് കേട്ടോ. പിന്നെ പ്രൊഡക്റ്റ് മോഡൽ TC01W എന്ന് പറഞ്ഞിട്ട് പേരിലാണ് വന്നിരിക്കുന്നത്. അവിടെ അതിൻ്റെ സ്റ്റിക്കറും വന്നിട്ടുണ്ട്. ഇതവിടെ ടൈപ്പ് സി ടു 3.5 mm അഡാപ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ OnePlus ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീലൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബ്ലേഡ് എടുക്കാം. രണ്ട് സൈഡിലുണ്ടെന്നുണ്ട് സീല്. രണ്ട് സൈഡിലുണ്ട് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വലിക്കുള്ളതായിരിക്കും. അല്ല, ഇങ്ങനത്തെ നോർമൽ ടൈപ്പാണ് കേട്ടോ. ഓക്കെ, ഇത്രേ ഉള്ളൂ സംഭവം. ലെങ്ത്ത് ഭയങ്കര ചെറുതായി പോയിട്ട് അതെന്ത് ചെറുതാണ്. ബിൽഡ് ക്വാളിറ്റി ആവറേജ് എന്നാൽ പറയാനുള്ളൂ കേട്ടോ. നമുക്ക് ഈ പ്രൈസ് 390 കൊടുക്കുന്നതിൻ്റെ എഫക്റ്റ് എനിക്ക് കിട്ടാൻ തോന്നുന്നില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് ബെസ്റ്റ് ബൈയിൽ 3.5 mm കൊടുക്കാം. അത്യാവശ്യം ബ്രാൻഡ് ക്വാളിറ്റി ഉള്ളത്. പക്ഷേ കുറച്ചുകൂടി പ്രൈസ് കൂടുതലാണ്. അങ്ങനത്തെ കുഴപ്പം മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും OnePlusൻ്റെ ഒറിജിനലിൽ വെച്ചിട്ടാണ് അത് വാങ്ങി നോക്കിയത്. ഇത് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു ഹാഫ് കൊടുക്കാം. 5 2.5 3 കൊടുക്കാനേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ബിൽഡ് ക്വാളിറ്റി വയർ ക്വാളിറ്റി ഭയങ്കര മോശമാണ് കേട്ടോ. കണ്ടറിയാം. എന്തായാലും നമുക്ക് ഇനി വെച്ച് നോക്കിയിട്ടുള്ള ക്വാളിറ്റി നോക്കി നോക്കാം. ബോക്സിൽ വേറെ ഒന്നുമില്ല. നമുക്ക് ബോക്സ് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും സംഭവം കുത്തി നോക്കി നോക്കാം. കറക്റ്റാണ്. നമുക്ക് ഞാൻ നമ്മുടെ നോർമൽ നമ്മുടെ ഒരു ഇയർഫോൺ എടുത്തിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഞാൻ ഇതും കുത്തിയിട്ടുണ്ട്. നമുക്കിനി സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് നോക്കണമല്ലോ. അപ്പോൾ അതിൽ അസിസ്റ്റൻ്റ് ഓൺ ആയിട്ടുണ്ട് കുത്തിയപ്പോൾ തന്നെ. അപ്പോൾ സംഭവം ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ പടം കാണിക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ പടം കാണിക്കുന്നുണ്ട്. അപ്പോൾ സംഭവം ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മ്യൂസിക് എന്തെങ്കിലും വെച്ച് നോക്കാം. മ്യൂസിക്കിൽ എനിക്ക് എന്തായാലും എയർടെൽ യൂസർ ആയതുകൊണ്ട് കുറച്ച് ഫ്രീ ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും വെച്ച് നോക്കട്ടെ കേട്ടോ. സൗണ്ട് ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. നമ്മൾ നോർമൽ സൗണ്ട് ക്വാളിറ്റി തന്നെ വരുന്നുണ്ട്. എന്തായാലും സൗണ്ട് കൂട്ടി നോക്കട്ടെ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. സൗണ്ട് ക്വാളിറ്റി കുഴപ്പമൊന്നുമില്ല. നല്ല ബാസും കിട്ടുന്നുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇയർഫോൺസ് 𝙑𝙤𝙬 ഇയർഫോണാണ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഞാൻ അത്യാവശ്യം 1.5 ഇയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ഉണ്ട് 𝙑𝙤𝙬 ആണത്. നല്ല ബാസ് എഫക്റ്റ് ഒക്കെ കിട്ടുന്നത്. ഒരു 500 ആ റേഞ്ചിലൊക്കെ വരുന്ന ഒരു ഇയർഫോണാണ്. ഇത് സൗണ്ട് ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ സംഭവം ഒറിജിനൽ തന്നെയാണ്. പക്ഷേ ഇത് ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നമ്മുടെ ഈ വയറിൻ്റെ ഒരു ക്വാളിറ്റി കണ്ടിട്ട് ആണ് എനിക്ക് ശരിക്കും ഡൗട്ട് വരുന്നത്. അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. നമുക്ക് സൗണ്ട് ക്വാളിറ്റിയൊക്കെ നോർമൽ സൗണ്ട് ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർക്ക് എന്തായാലും നമുക്കിത് ഇപ്പോഴത്തെ നമ്മുടെ മൊബൈൽ ഫോണിൽ 3.5 mm ജാക്ക് എന്തായാലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്കിത് വാങ്ങിക്കാൻ രക്ഷയില്ല. അപ്പോൾ എന്തായാലും OnePlusൻ്റെ വേണ്ടവർക്ക് ഞാൻ OnePlusൻ്റെ ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് നല്ല ഗുഡ് ക്വാളിറ്റി ഇയർഫോൺ അങ്ങനത്തെ ടൈപ്പ് സി കൺവേർട്ടർ ഞാൻ കണ്ടു ആമസോണിൽ. ഈ സ്റ്റഡഡ് നമ്മുടെ വയറൊക്കെ ആയിട്ടുള്ളത്. പക്ഷേ അത് കുറച്ച് റേറ്റ് കൂടെ 500 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. എന്നാലും കുറച്ച് ലോങ് ലാസ്റ്റ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ OnePlus യൂസർ അല്ലെങ്കിൽ ഇത് ഞാൻ OnePlus യൂസർ ആയതുകൊണ്ടാണ് ഇത് തന്നെ നോക്കാൻ കാരണം തന്നെ. അല്ലെങ്കിൽ ഞാൻ മറ്റേ ടൈപ്പ് വാങ്ങിയേനെ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. എന്തായാലും നല്ല മഴയാട്ടപ്പോൾ ഇന്നലോട്ട് നല്ല മഴയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയാം. കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. സബ്സ്ക്രൈബ് കുറേ പേര് ചെയ്യുന്നില്ല. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.